വൺ ഡേ വൺ എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കൊലപാതകി വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? ജിൻവോൺ ഹൈസ്കൂളിന് മുന്നിൽ മാതാപിതാക്കളും നാട്ടുകാരും തടിച്ചുകൂടി വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. കൈകളിൽ പ്ലക്കാർഡുകളുമേന്തി അവർ ആക്രോശിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, 2 വർഷം മുമ്പ് സ്വന്തം അധ്യാപികയെ ദാരുണമായി കൊലപ്പെടുത്തിയ ചോ ഗ്യൂചെൽ എന്ന വിദ്യാർത്ഥി പരോളിലിറങ്ങി വീണ്ടും അതേ സ്കൂളിലേക്ക് പഠിക്കാനെത്തുകയാണ്. പോലീസുകാരും മാധ്യമപ്രവർത്തകരും ചുറ്റും കൂടുമ്പോഴും യാതൊരു കുറ്റബോധവുമില്ലാതെ വളരെ ശാന്തനായി ഗ്യൂചെൽ സ്കൂളിന്റെ ഗേറ്റുകൾ കടന്ന് അകത്തേക്ക് നടന്നെടുക്കുന്നു. ഇതിനിടയിൽ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ ബ്യൂറോയുടെ ഓഫീസിൽ മന്ത്രി ചോയ് കാങ്സോക്കും ഹാൻഡ്രമും ബോങ് വിൻഡേയും ഈ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയാണ്. ചുരുങ്ങിയ ശിക്ഷാ കാലയളവിനുള്ളിൽ ഗ്യൂചെല്ലിന് പരോൾ ലഭിച്ചതും റീ അഡ്മിഷൻ അനുവദിക്കപ്പെട്ടതുമെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തതുപോലെ തടസ്സങ്ങളില്ലാതെ നടക്കുന്നത് ഹാൻഡ്രമിന് വലിയ സംശയമുണ്ടാക്കുന്നു. ഗ്യൂചെല്ലിന്റെ ജയിൽ ഫയലുകളിൽ അവൻ നല്ല പെരുമാറ്റമായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇതിന് പിന്നിൽ ഏതോ വലിയ രാഷ്ട്രീയ കളി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. ഇതിനകം സ്കൂൾ കോറിഡോറിൽ വെച്ച് ഹെഡ് ഇൻസ്പെക്ടർ നാ ഹ്വാജിൻ ഗ്യൂചെല്ലിനെ നേരിടുന്നു. കറുത്ത സ്യൂട്ട് അണിഞ്ഞ് ഗൗരവത്തോടെ നിൽക്കുന്ന ഹ്വാജിൻ, യൂണിഫോമിൽ നിന്നെ കാണാൻ കൊള്ളാം. ബ്യൂറോയുടെ ഒരു പരീക്ഷണ കേസ് മാത്രമാണ് നീ. ജയിലിൽ കിടന്നവർക്ക് തിരികെ വന്ന് സാധാരണ ജീവിതം നയിക്കാൻ കഴിയുമോ എന്നറിയാനുള്ള പരീക്ഷണം. അനാവശ്യമായി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഒരു സാധാരണ വിദ്യാർത്ഥിയെ പോലെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ മതി എന്ന് കർശന മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഗ്യൂചെൽ വളരെ വിനീതനായി ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം എന്ന് തലകുനിച്ചു മറുപടി പറയുന്നു. തുടർന്ന് ക്ലാസ് റൂമിലേക്ക് എത്തുന്ന ഗ്യൂചെല്ലിനെ കാത്തിരുന്നത് സ്കൂളിലെ പ്രധാന ഗുണ്ടയായ ലീ ചീഹോയും അവന്റെ ഗ്യാങ്ങുമായിരുന്നു. അധ്യാപകനെ അടിച്ചു തമാശ കളിക്കുന്ന ചീഹോ ഗ്യൂചെല്ലിന്റെ മുന്നിൽ ചെന്ന്, നീ ഒരു ലേഡി ടീച്ചറെ കൊല്ലവനാണെന്ന് കേട്ടല്ലോ, നിന്റെ കണ്ണിലെ ദേഷ്യം കണ്ടാൽ എന്നെയും കുത്താൻ തോന്നും പോലെ ഉണ്ടല്ലോ എന്ന് ചോദിച്ച് അവനെ പരസ്യമായി അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഗ്യൂചെൽ ഒരക്ഷരവും മിണ്ടാതെ ശാന്തനായി ഇരുന്നു കൊടുക്കുന്നു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം ചോ ഗ്യൂചെൽ നേരെ എത്തിയത് ERBP ഓഫീസിലാണ്. ഒരു അധ്യാപികയെ കൊന്ന ക്രിമിനൽ സ്വന്തം കാലിൽ നടന്ന് ബ്യൂറോയിലേക്ക് കയറി വന്നത് ഇൻസ്പെക്ടർ ഹാൻഡ്രമിന് കോപമടക്കാനായില്ല. കൊല്ലപ്പെട്ട അധ്യാപികയുടെ പേര് അവൻ പരാമർശിച്ചപ്പോൾ ഹാൻഡ്രം ദേഷ്യത്താൽ വിറച്ചു. എന്നാൽ കാങ്സോക്കും ഹ്വാജിനും അവനെ സംസാരിക്കാൻ അനുവദിക്കുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗ്യൂചെൽ ഒരു പരാതി ഉന്നയിക്കുന്നു. തന്റെ ക്ലാസ്സിലെ ജാങ് സെങ്കു എന്ന വിദ്യാർത്ഥി ചീഹോയിൽ നിന്നും അവന്റെ കൂട്ടുകാരിൽ നിന്നും ക്രൂരമായ സ്കൂൾ ബുള്ളിയിങ്ങിന് ഇരയാകുന്നുണ്ടെന്നും അവനെ രക്ഷിക്കണമെന്നും ആയിരുന്നു അവന്റെ ആവശ്യം. ഒരു കൊലപാതകി പെട്ടെന്ന് നന്മമരമായി മാറി മറ്റൊരാളെ രക്ഷിക്കാനെത്തിയതിന്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? അവന് ശരിക്കും കുറ്റബോധം തോന്നിയതാണോ, അതോ ഇതിനു പിന്നിൽ അതിലും വലിയ ഏതെങ്കിലും ക്രൂരമായ മാസ്റ്റർ പ്ലാൻ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇൻസ്പെക്ടർ നാ ഹ്വാജിനും ടീമും ഈ കേസ് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നതോടെ കഥ തികച്ചും അപ്രതീക്ഷിതമായൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. ഗ്യൂചെല്ലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ നാ ഹ്വാജിനും സംഘവും അന്വേഷണത്തിനായി ജിൻവോൺ ഹൈസ്കൂളിലേക്ക് എത്തുന്നു. അവരാദ്യം തന്നെ ക്ലാസ് ടീച്ചറെ കണ്ട് വിവരങ്ങൾ തേടുന്നു. എന്നാൽ ടീച്ചർ പറയുന്നത് കേട്ട് ബ്യൂറോ അംഗങ്ങൾ അത്ഭുതപ്പെട്ടു. ജാങ് സെങ്കു എന്ന ആ വിദ്യാർത്ഥിക്ക് ധാരാളം കൂട്ടുകാരുണ്ടെന്നും അവൻ സ്കൂൾ ജീവിതം വളരെ സന്തോഷത്തോടെയാണ് ആസ്വദിക്കുന്നത് എന്നുമായിരുന്നു ടീച്ചറുടെ അഭിപ്രായം. പുറമേ നിന്ന് നോക്കുന്ന ആർക്കും സെങ്കു സ്കൂളിൽ വളരെ ഹാപ്പിയാണെന്ന് മാത്രമേ തോന്നൂ. എന്നാൽ സൂക്ഷ്മ നിരീക്ഷകനായ നാ ഹ്വാജിൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. സെങ്കു എപ്പോഴും സ്കൂൾ ഗ്രൗണ്ടിലും ബെഞ്ചുകളിലും ലീ ചീഹോയുടെ ഗ്യാങ്ങിന്റെ നടുവിലാണ് ഇരിക്കുന്നത്. അവരവന്റെ തോളിൽ കൈയിട്ട് സംസാരിക്കുകയും തമാശ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് മാത്രം യാതൊരു ചിരിയോ സന്തോഷവും ഉണ്ടായിരുന്നില്ല. അവന്റെ ബാഗിൽ എപ്പോഴും ഭാരമേറിയ ഒരു വലിയ പവർ ബാങ്ക് ഒളിപ്പിച്ചു വെച്ചിരുന്നു. സംശയം തോന്നിയ ഹ്വാജിൻ സ്കൂളിലെ സയൻസ് ലാബിൽ വെച്ച് സെങ്കുവിനെ തനിയെ പിടികൂടുന്നു. അവന്റെ വായിലും ശരീരത്തിലും ഹ്വാജിൻ പരിശോധന നടത്തുന്നു. അവന് ശാരീരികമായ മർദ്ദനമേറ്റ പാടുകളൊന്നുമില്ലായിരുന്നു. എന്നാൽ അതിലും ദാരുണമായ മറ്റൊരു സത്യം ഹ്വാജിൻ അവിടെ വെച്ച് കണ്ടെത്തുന്നു. സെങ്കു ചീഹോയുടെ ഗ്യാങ്ങിലെ ഒരു ഹ്യൂമൻ വൈഫൈ ആയി ജീവിക്കുകയായിരുന്നു. ചീഹോയ്ക്കും കൂട്ടുകാർക്കും ഓൺലൈൻ ഗെയിമുകൾ തടസ്സമില്ലാതെ കളിക്കാൻ വേണ്ടി സെങ്കു എപ്പോഴും സ്വന്തം ഫോണിലെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തു കൊടുക്കണം. അവരുടെ ഫോണുകൾ ചാർജ് തീർന്നു പോകാതിരിക്കാൻ ഭാരമേറിയ പവർ ബാങ്ക് ചുമന്ന് നടക്കേണ്ടതും സെങ്കുവിന്റെ ചുമതലയായിരുന്നു. എപ്പോഴും ഗ്രൗണ്ടിലും ഇടനാളികളിലും അവരെ ചുറ്റിപ്പറ്റി നിൽക്കാൻ അവനെ നിർബന്ധിതനാക്കുകയായിരുന്നു. ഒരു വൈഫൈ റൂട്ടറിന്റെയും ചാർജറിന്റെയും സ്ഥാനം മാത്രമാണ് അവൻ ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നത്. സംഭാഷണത്തിലേക്ക് ചീഹോയും കൂട്ടുകാരും കയറി വരുന്നു. ബ്യൂറോ ഇൻസ്പെക്ടർ ഇവിടെ എന്തിനാണ് വന്നത്? ഗ്യൂചെല്ലിനെ കാണാനാണോ എന്ന് ചീഹോ പരിഹാസത്തോടെ ചോദിക്കുമ്പോൾ, ഇല്ല, നിന്നെപ്പോലുള്ള ബുള്ളികളെ പിടിക്കാനാണ് ഞാൻ വന്നത് എന്ന് ഹ്വാജിൻ തിരിച്ചടിക്കുന്നു. ഭയന്നുപോയ സെങ്കു കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ തനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും താൻ ബുള്ളിയിങ്ങിന് ഇരയാകുന്നില്ലെന്നും പറഞ്ഞ് പോലീസിനോട് നുണ പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോയപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ ബ്യൂറോ തിരിച്ചറിയുന്നത്. ചീഹോയുടെ ഗ്യാങ് സെങ്കുവിനെ വൈഫൈക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയായിരുന്നില്ല. അവന്റെ പേഴ്സണൽ അക്കൗണ്ടുകളും ബാങ്ക് വിവരങ്ങളും ഐഡന്റിറ്റിയും പൂർണ്ണമായും അവർ കൈക്കലാക്കി. സെങ്കുവിന്റെ പേരിൽ സെക്കൻഡ് ഹാൻഡ് റീസെയിൽ ആപ്പുകളിൽ വ്യാജ പരസ്യങ്ങൾ നൽകി ആളുകളിൽ നിന്ന് പണം തട്ടിപ്പ് നടത്തുകയായിരുന്നു ഈ ഗുണ്ടാ സംഘം.
ഒരു ദിവസം വഴിയരികിൽ വെച്ച് തട്ടിപ്പിനിരയായ ഒരു വാങ്ങുൻകാർ സെങ്കുവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിക്കുന്നു. എയർപോർട്ട്സ് വാഗ്ദാനം ചെയ്ത് പണം തട്ടി എന്നാരോപിച്ച് അവൻ സെങ്കുവിനെ അടിച്ചവശനാക്കി പണം തിരികെ ചോദിക്കുന്നു. ഭയന്നുപോയ സെങ്കു ചീഹോയുടെ അടുത്തെത്തി കരഞ്ഞപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ചീഹോ അവനെ തികച്ചും ക്രൂരമായി തള്ളിപ്പറയുന്നു. എന്നുമാത്രമല്ല, സെങ്കുവിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉപയോഗിച്ച് ചീഹോ സ്വന്തം അനിയത്തിക്ക് അശ്ലീല വീഡിയോ അയച്ച് സെങ്കുവിനെ വീണ്ടും കൊടുക്കുന്നു. മകന്റെ ഭീമമായ ബില്ലുകളും പണം തട്ടിപ്പ് ആരോപണങ്ങളും കണ്ട് അവന്റെ അമ്മ പൂർണ്ണമായും തകർന്നു പോവുകയാണ്. താൻ തെറ്റൊന്നും ചെയ്തില്ലെന്ന് സ്വന്തം അമ്മയോടും പോലീസിനോടും സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആരും സെങ്കുവിനെ വിശ്വസിച്ചില്ല. ചീഹോ തനിക്കെതിരെ കെട്ടിച്ചമച്ച ഈ വലിയ വലയത്തിൽ അകപ്പെട്ട് ആ പാവം വിദ്യാർത്ഥിയും അവന്റെ കുടുംബവും നരകയാതന അനുഭവിക്കുകയായിരുന്നു. ആരും തന്നെ വിശ്വസിക്കാനില്ലാതെ നൈറ്റ് പാർക്കിലിരുന്ന് കരയുന്ന സെങ്കുവിന്റെ അടുത്തേക്ക് ഇൻസ്പെക്ടർ നാ ഹുവാജിൻ എത്തുന്നു. നീ മനസ്സിലുള്ള സങ്കടങ്ങൾ അടക്കി വെച്ചാൽ നിന്റെ വേദന ആരും അറിയാൻ പോകുന്നില്ല എന്ന് ഹുവാജിൻ അവനെ ആശ്വസിപ്പിക്കുന്നു. ഇതോടെ സെങ്കു താൻ അനുഭവിച്ച ദ്രോഹങ്ങളെല്ലാം ഹുവാജിനോട് തുറന്നു പറയുന്നു. ചീഹോയും കൂട്ടരും തന്നെ ചതിച്ചതും സ്വന്തം അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്തതും സെങ്കു ഹുവാജിനോട് കരഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുന്നു. സെങ്കുവിന് നീതി ഉറപ്പാക്കാനും ചീഹോയുടെ സംഘത്തെ പൂട്ടാനും ബ്യൂറോ ഒരു സൂത്രപ്പണി തയ്യാറാക്കുന്നു. ബോങ്വിന്റെ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചീഹോയുടെ സ്വരം കൃത്രിമമായി നിർമ്മിച്ച് സെങ്കുവിൽ നിന്ന് വൈഫൈ പാസ്വേഡ് നേടിയെടുക്കുന്നു. തുടർന്ന് ഇൻസ്പെക്ടർ ഹാൻഡ്രിം ഒരു പുതിയ ട്രാൻസ്ഫർ വിദ്യാർത്ഥിനിയായി വേഷം മാറി ജിൻവോൺ ഹൈസ്കൂളിൽ കടന്നു ചെല്ലാൻ തീരുമാനിക്കുന്നു. കണ്ണടയും ഇരട്ട പിന്നലുമിട്ട് കയ്യിൽ വൈഫൈ റൂട്ടറും ചാർജറുകളുമായി വളരെ വിനീതയായ ഒരു പാവം പെൺകുട്ടിയായി ഹാൻഡ്രിം ക്ലാസ്സിലെത്തുന്നു. ആരുടെയും കണ്ണുകളിലേക്ക് നോക്കരുത്, പാവത്താനായി അഭിനയിക്കണം എന്ന് ഗ്വിൻഡെ അവൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പുതിയൊരു ഹ്യൂമൻ വൈഫൈ ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ചീഹോയും ഗ്യാങ്ങും ഹാൻഡ്രിമിനെ സമീപിക്കുന്നു. ചീഹോ വിചാരിച്ചതുപോലെ തന്നെ ഹാൻഡ്രിം അവളുടെ നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ടുകളും ഗെയിമിംഗ് അക്കൗണ്ടുകളുടെ വിവരങ്ങളും വൈഫൈ റൂട്ടറും പവർ ബാങ്കുകളും എല്ലാം വളരെ സന്തോഷത്തോടെ അവർക്ക് നൽകുന്നു. ബ്യൂറോ തങ്ങളെ കൊടുക്കാൻ വിരിച്ച വലിയൊരു വലയാണെന്ന് ആ കൗമാര ഗുണ്ടകൾ തിരിച്ചറിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ബ്യൂറോ അവരുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നു. ഹാൻഡ്രിമും ഗ്വിൻഡയും ചേർന്ന് ചീഹോയുടെയും കൂട്ടാരുടെയും അക്കൗണ്ടുകളിൽ ഡിജിറ്റൽ ട്രാക്കിംഗ് കോഡുകളും സ്പാം സിസ്റ്റങ്ങളും ഘടിപ്പിക്കുന്നു. ചീഹോയുടെ ഗെയിമിംഗ് അക്കൗണ്ടിൽ നിയമവിരുദ്ധമായ വാക്കുകൾ സിസ്റ്റത്തിൽ തനിയെ ടൈപ്പ് ചെയ്തു കൊടുക്കുന്നതിലൂടെ ചീഹോയുടെ ഗെയിം അക്കൗണ്ട് 300 വർഷത്തേക്ക് എന്നേക്കുമായി ബാൻ ചെയ്യപ്പെടുന്നു. അത്രയും ഉയർന്ന ലെവൽ വരെ കളിച്ച ഗെയിം അക്കൗണ്ട് നഷ്ടപ്പെട്ടതോടെ PC കഫേയിൽ ഇരുന്ന് ചീഹോ കൺട്രോൾ നഷ്ടപ്പെട്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാകുന്നു. കൂട്ടത്തിൽ മറ്റു കൂട്ടുകാരുടെ അക്കൗണ്ടുകളിൽ കൊളംബിയയിൽ നിന്നുള്ള സന്ദേശങ്ങൾ വരുന്നു. പോരാത്തതിന് അവരുടെ ഫോണുകളിലേക്ക് തുടരെ സ്പാം മെസ്സേജുകളും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഭീമമായ പെനാൽറ്റി ബില്ലുകളും ഒന്നൊന്നായി വരാൻ തുടങ്ങുന്നു. അതിനുമപ്പുറം ചീഹോ ഏറെ ഇഷ്ടപ്പെടുന്ന അവന്റെ ബൈക്ക് ആരോ സൗജന്യമായി നൽകുന്നു എന്ന റീസെയിൽ ആപ്പിൽ വ്യാജ പരസ്യം വരികയും അപരിചിതരായ ആളുകൾ അവനെ വഴിയിൽ തടഞ്ഞു നിർത്തി ബൈക്ക് ആവശ്യപ്പെടുകയും ചീഹോയെ തല്ലുകയും ചെയ്യുന്നു. സ്വന്തം ഫോണും അക്കൗണ്ടുകളും ഹാക്ക് ചെയ്യപ്പെടുകയും വഴിയരികിൽ വെച്ച് ബൈക്കിന്റെ പേരിൽ മർദ്ദനമേൽക്കുകയും ചെയ്ത ചീഹോയുടെ ക്ഷമ നശിക്കുന്നു. ഇതെല്ലാം ചെയ്തത് പുതിയതായി വന്ന ആ പെൺകുട്ടി തന്നെയല്ലേ എന്ന സംശയത്തോടെ ദേഷ്യം കൊണ്ട് കൺട്രോൾ പോയ ചീഹോ അവളോട് പ്രതികാരം വീട്ടാൻ സ്കൂളിലേക്ക് പാഞ്ഞെത്തുകയാണ്. ദേഷ്യം കൊണ്ട് കൺട്രോൾ പോയ ചീഹോ ക്ലാസ്സിലേക്ക് പാഞ്ഞെത്തി ഹാൻഡ്രിമിന്റെ കോളറിൽ കയറി പിടിക്കുന്നു. നീയാണല്ലേ എൻ്റെ ഫോണും വൈഫൈയും അക്കൗണ്ടുകളും എല്ലാം ഹാക്ക് ചെയ്തെന്നെ നശിപ്പിച്ചത് എന്ന് ചോദിച്ച് അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ പെട്ടെന്ന് ഹാൻഡ്രിം ചീഹോയുടെ കൈ മടക്കി തിരിച്ച് അവനെ വേദന കൊണ്ട് നിലത്ത് മുട്ടിക്കുന്നു. കൈ എടുക്കാൻ പറയുമ്പോൾ എടുത്തോണം, കഴിഞ്ഞ് ഓടിച്ചെടുക്കണോ എന്ന് ദേഷ്യത്തോടെ ചോദിച്ച ഹാൻഡ്രിം ക്ലാസ്സിലേക്ക് മറ്റു കുട്ടികളും ചീഹോയുടെ ഗ്യാങ്ങും കയറി വരുന്നത് കണ്ട് നിമിഷ നേരം കൊണ്ട് തൻ്റെ രൂപം മാറ്റുന്നു. അവൾ കരഞ്ഞുകൊണ്ട് നിലത്ത് വീണ് എന്നെ രക്ഷിക്കണേ, ഇവൻ എന്നെ തല്ലാൻ വരുന്നേ എന്നുറക്കെ നിലവിളിക്കാൻ തുടങ്ങുന്നു. ഹാൻഡ്രിം പേടിച്ചരണ്ടതുപോലെ അഭിനയിക്കുകയും ചീഹോ അവളുടെ മേൽ അക്രമം അഴിച്ചുവിടുകയാണെന്ന് സഹപാഠികളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ചീഹോ എത്ര വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടും സഹപാഠികളുടെ മുന്നിൽ അവനൊരു അക്രമാസക്തനായ ഗുണ്ടയായി മാത്രം മുദ്രകുത്തപ്പെടുന്നു. ഇതോടെ സ്കൂളിൽ വീണ്ടും ഒരു സ്കൂൾ വയലൻസ് കമ്മിറ്റി കൂടാൻ കാരണമാകുന്നു. തുടർന്ന് സ്കൂൾ വയലൻസ് കമ്മിറ്റിയുടെ ഹിയറിംഗ് ആരംഭിക്കുകയാണ്. ചീഹോയുടെ അമ്മയും വക്കീലും ചേർന്ന് സെങ്കുവിനെ തെറ്റുകാരനാക്കാൻ വൻ തന്ത്രങ്ങൾ മെനയുന്നു. ചീഹോ മാനസികമായി തകർന്നിരിക്കുകയാണെന്ന് കാണിച്ച് അവകാശങ്ങൾ ഉന്നയിക്കുകയും സെങ്കുവിന്റെ അമ്മയിൽ നിന്ന് വലിയ തുക നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. മകന്റെ തെറ്റുകൾ ഓർത്ത് ആ പാവം അമ്മ തലകുണിച്ചിരുന്ന് കരയുകയായിരുന്നു. എന്നാൽ ആ നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹെഡ് ഇൻസ്പെക്ടർ നാ ഹ്വാജിൻ കമ്മിറ്റി റൂമിലേക്ക് കടന്നു വരുന്നു. ബ്യൂറോയുടെ മന്ത്രി കാങ് സോക്കിന്റെ ഒപ്പുള്ള പവർ ഓഫ് അറ്റോർണി രേഖയും മന്ത്രിയുടെ ഫോട്ടോയും കമ്മിറ്റിയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. സ്കൂൾ വയലൻസ് കമ്മിറ്റിയുടെ എല്ലാ തീരുമാനങ്ങളും ഇനി ERPB മേൽനോട്ടത്തിലായിരിക്കുമെന്ന് ഹ്വാജിൻ പ്രഖ്യാപിക്കുന്നു. തുടർന്ന് ഹ്വാജിൻ നടത്തുന്ന വൈകാരികമായ പ്രസംഗം എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. ചീഹോ സെങ്കുവിനോട് ചെയ്ത ക്രൂരതകൾ അവൻ തുറന്നു കാണിക്കുന്നു. അവൻ സെങ്കുവിന്റെ ശരീരത്തിൽ ഒരു തല്ലുപോലും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ അവനെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും അവൻ അനുഭവിപ്പിച്ച മാനസിക പീഡനം ഏതൊരു മർദ്ദനത്തെക്കാൾ ക്രൂരമായിരുന്നു. സ്വന്തം അമ്മ പോലും വിശ്വസിക്കാതെ വന്നപ്പോൾ തന്നെ ഉപദ്രവിച്ച ആളിന്റെ മുന്നിൽ പോയി മുട്ടുകുത്തി മാപ്പ് അപേക്ഷിക്കേണ്ട അവസ്ഥയിലായിരുന്നു ആ പാവം വിദ്യാർത്ഥിയെന്ന് ഹ്വാജിൻ വികാരാധീനനായി സംസാരിക്കുന്നു. ഇത് കേട്ട സെങ്കുവിന്റെ അമ്മ മകൻ ഇതുവരെ ഒന്നും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെന്നും അവൻ അനുഭവിച്ച വേദനകൾ എത്രത്തോളമാണെന്നും തിരിച്ചറിയുന്നു.
കരഞ്ഞുകൊണ്ട് ആ അമ്മ സ്വന്തം മകനെ കെട്ടിപ്പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നു. നിന്നെ ഞാൻ വിശ്വസിക്കേണ്ടതായിരുന്നുടാ, എന്നോട് ക്ഷമിക്കടാ എന്ന് പറഞ്ഞ് ആ അമ്മയും മകനും കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗം അവിടുത്തെ എല്ലാവരുടെയും കണ്ണു നനപ്പിച്ചു. സെങ്കുവിനെതിരെ ചീഹോയും കൂട്ടരും ഉണ്ടാക്കിയ എല്ലാ വ്യാജ തെളിവുകളും ഇതോടെ പൊളിയുന്നു. സെങ്കുവിനെതിരെയുള്ള എല്ലാ നടപടികളും റദ്ദാക്കുമെന്നും അവന് ബ്യൂറോ പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കുമെന്നും ഹ്വാജിൻ പ്രഖ്യാപിക്കുന്നു. ഹിയറിംഗിന് ശേഷം സെങ്കുവും അവന്റെ അമ്മയും ഇൻസ്പെക്ടർ നാ ഹ്വാജിനോടും ടീമിനോടും കണ്ണീരോടെ നന്ദി പറയുന്നു. സെങ്കുവിന് പുതിയ ഐഡിയും സമാധാനമായി പഠിക്കാൻ പുതിയ അന്തരീക്ഷവും ബ്യൂറോ ഉറപ്പാക്കി നൽകുന്നു. സന്തോഷത്തോടെ അമ്മയ്ക്കൊപ്പം യാത്ര പറഞ്ഞു പോകുന്ന സെങ്കുവിനെ നോക്കി ഹ്വാജിൻ ആശ്വാസത്തോടെ പുഞ്ചിരിക്കുന്നു. അന്ന് രാത്രി ഹ്വാജിൻ ബ്യൂറോയുടെ മന്ത്രി ചോയ് കാങ്സോക്കിനൊപ്പം ഒരു ബാറിലിരുന്ന് മദ്യപിക്കുന്നു. കൊല്ലപ്പെട്ട അവന്റെ മകൾ ഗായൂണിന്റെ ഓർമ്മകളിൽ കാങ്സോക്ക് വിങ്ങി പൊട്ടുകയായിരുന്നു. അമിതമായി മദ്യപിച്ച് ബോധം കെട്ട കാങ്സോക്കിനെ ഹ്വാജിൻ ചുമലിലേറ്റി അവന്റെ വീട്ടിലെത്തി കിടത്തുന്നു. അവിടെ വെച്ച് ഗായൂണിന്റെ ഫോട്ടോയും അവൾ സിഗരറ്റ് പാക്കറ്റിൽ എഴുതിവെച്ച സിഗരറ്റ് വലിക്കരുതേ എന്ന സന്ദേശവും ഹ്വാജിൻ കാണുന്നു. താൻ ഇനി സിഗരറ്റ് തൊടില്ല എന്ന് ഗായൂണിന്റെ ചിത്രത്തിന് മുൻപിൽ അവൻ മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുക്കുന്നു. എന്നാൽ അതേസമയം കഥയെ ആകെ കീഴ്മേൽ മറിക്കുന്ന ഏവരെയും ഞെട്ടിക്കുന്ന ഒരു മാസ്റ്റർ ട്വിസ്റ്റ് വെളിപ്പെടുകയാണ്. ചോ ക്യൂച്ചൽ രാഷ്ട്രീയ നേതാവായ ഹ്വാങ് ഗീതയുടെ ഓഫീസിലേക്ക് വളരെ അഹങ്കാരത്തോടെ നടന്നെത്തുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഗ്യൂച്ചലിന് ശരിക്കും യാതൊരു കുറ്റബോധവുമില്ലായിരുന്നു. അവൻ നന്മമരമായി അഭിനയിച്ച് സെങ്കുവിനെ രക്ഷിക്കാൻ എത്തിയത് ERPBയെ എന്നേക്കുമായി തകർക്കാനുള്ള ഒരു വലിയ ചതിയുടെ ഭാഗമായിരുന്നു. ചീഹോയെ പൂട്ടാൻ ബ്യൂറോയെ സമർത്ഥമായി ഉപയോഗിച്ച ഗ്യൂച്ചൽ ചീഹോയെ മാനസികമായി തളർത്തി സ്കൂളിന്റെ ടെറസിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ച് ചീഹോ ഭ്രാന്ത് പിടിച്ച് സംസാരിച്ച 5 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ശബ്ദരേഖ അവൻ രഹസ്യമായി റെക്കോർഡ് ചെയ്തിരുന്നു. ERPB കാരണം എന്റെ ജീവിതം നശിച്ചു, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്നായിരുന്നു ആ റെക്കോർഡിംഗിൽ ഉണ്ടായിരുന്നത്. ഗ്യൂച്ചൽ ഈ ശബ്ദരേഖ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഈ വാർത്ത മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കാട്ടുതീ പോലെ പടരുന്നു. ERPBയുടെ ക്രൂരമായ അന്വേഷണം കാരണം ഒരു വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന തരത്തിൽ വലിയ വാർത്താ കൊടുങ്കാറ്റുയരുന്നു. ആശുപത്രിയിൽ ചീഹോയെ കാണാനെത്തിയ മന്ത്രിയെ മാധ്യമപ്രവർത്തകർ വളയുന്നു. ബ്യൂറോയുടെ പ്രവർത്തനം തന്നെ നിർത്തിവെക്കണമെന്ന് രാജ്യമെമ്പാടും പ്രതിഷേധം ശക്തമാകുന്നു. ഗീതയുടെ മുന്നിൽ നിൽക്കുന്ന ഗ്യൂച്ചൽ തന്റെ പദ്ധതി കൃത്യമായി വിജയിച്ചതിന്റെ ഭാവത്തോടെ ചിരിക്കുന്നു. എന്നാൽ ഇതൊരു വലിയ കെണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഹ്വാജിൻ സ്കൂൾ മുറ്റത്തെ പൈപ്പിൽ നിന്ന് മുഖം കഴുകി ഗ്യൂച്ചലിനെ നേരിടാനായി ദൃഢനിശ്ചയത്തോടെ നടക്കുന്ന അത്യന്തം സസ്പെൻസ് നിറഞ്ഞ രംഗത്തോടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി ERPBയും നാ ഹ്വാജിനും ഈ വലിയ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അടുത്ത ഭാഗത്തിൽ കാണാം.